ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നത് ബൈനാൻസ് ആപ്പിലൂടെ എങ്ങനെ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറ്റുമെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബൈനാൻസ് ആപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആപ്പിൽ കൂടി എന്തിന് ഈ ഒരു ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നു, പിന്നെ എങ്ങനെ ട്രേഡ് ചെയ്യാനുള്ളതിനെ പറ്റിയൊരു ചെറിയൊരു തിയറി ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നമ്മൾ ബൈനാൻസ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ബിറ്റ് കോയിൻ വാങ്ങിക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ബാങ്കിലെ കറൻസി യൂസ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഒരു കോയിൻ വാങ്ങാൻ പറ്റില്ല. അതിന് നമ്മൾ ബാങ്കിലെ കോയിൻ യൂസ് ചെയ്ത് നമ്മളൊരു ഫിക്സ്ഡ് വാല്യൂ ഉള്ള ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കണം. ഓക്കെ, അധികം വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്യാത്ത ഒരു ഫിക്സ്ഡ് ക്രിപ്റ്റോ കറൻസി മേടിക്കണം. ഈ ഒരു ഫിക്സ്ഡ് ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്ത് നമ്മളൊരു വേരിയേഷൻ വരുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യേണ്ടത്. അതാണ് ആദ്യം ബാങ്ക് കറൻസിയിൽ നിന്ന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി മേടിക്കുന്നു. അതിൽ നിന്ന് വേരിയേഷൻസ് ഉള്ള ഒരു ക്രിപ്റ്റോ കറൻസിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒരു മാറ്റം ഉണ്ടാവില്ല. ഒരു ടൈം കൂടുന്ന സമയത്തൊന്നും 1 ഇയർ ആണെങ്കിലോ 1 ഡേ ആണെങ്കിലോ 6 മന്ത് ആണെങ്കിലോ അതിൻ്റെ വാല്യൂവിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായില്ല. ഈ ഒരു കറൻസി യൂസ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ ഇപ്പം കറൻസിയിൽ വാല്യൂഷൻ വരുന്നുണ്ട് എങ്കിൽ പോലും അധികം വേരിയേഷൻ വരാത്തൊരു ക്രിപ്റ്റോ കറൻസിയാണ് നമ്മൾ മേടിക്കുക. അതധികം നമ്മൾ മേടിക്കുക USDT ആണ്. അതായത് US$ൻ്റെ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് USDT. അതിൻ്റെ വാല്യൂ എപ്പോഴും $1 ആയിരിക്കും. പക്ഷേ ഫോർ എക്സാമ്പിൾ വേരിയബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിക്ക് ഒരു എക്സാമ്പിളാണ് ബിറ്റ് കോയിൻ. ഈ ബിറ്റ് കോയിൻ്റെ വാല്യൂ പെർ സെക്കൻഡ് നമ്മൾക്ക് കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയുടെ. പക്ഷേ വേരിയബിൾ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ വളരെയേറെ ഓരോ സെക്കൻഡിലും എന്താകുന്നത് കാണാം, മാറുന്നത് കാണാം. ഫോർ എക്സാമ്പിൾ ഉണ്ടല്ലേ, ബിറ്റ് കോയിൻ്റെ ചാർട്ടാണിത്. ഓരോ സെക്കൻഡിലും മാറുന്നുണ്ട്. ഒരു അരമണിക്കൂർ മുമ്പ് 75,000 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ്. ഇപ്പോൾ ഉള്ളത് 74,000 ആണ്. ഏകദേശം $1,000 അടക്കം ചേഞ്ചാണ് വന്നത്. $1,000 ചേഞ്ചാണ് വന്നത്. ഓക്കെ, കുറയാണ് ചെയ്തത്. നേരെ മറിച്ച് USDTയുടെ ചാർട്ട് എടുത്താൽ ഈ ചാർട്ട് നമുക്ക് കാണാം സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പോകുന്നത്. ഓക്കെ, വലിയ ഏറ്റക്കുറച്ചുകളൊന്നുമില്ലാതെ ജസ്റ്റ് ഒരു ലൈനായിട്ടാണുള്ളത്. അത് നമുക്ക് കാണാം $1 ആണ്. $1 $99.999 നിയർലി $1. ഓക്കെ, അപ്പോൾ ഈ ഒരു കോയിൻ വെച്ച് നമ്മൾ വേരിയേഷൻ വരുന്ന ഏതെങ്കിലും കോയിൻ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിങ്ങോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാങ്ക് ഓൾറെഡി നമ്മുടെ ബൈനാൻസ് ആപ്പ് ലിങ്ക് ചെയ്തു. അതുവഴി നമുക്ക് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കുകയാണ് ചെയ്തത്. മേടിക്കാനുള്ള മെയിനായിട്ട് യൂസ് ചെയ്തത് P2P വഴിയാണ് നമ്മൾ മേടിക്കുക. ഈ ബാങ്കിലെ കറൻസി വഴി P2P വഴിയാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള കറൻസി മേടിക്കുക. എന്നിട്ട് ഈ വേരിയേഷൻ വരുന്ന ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മെനുവൽ കൂടിയാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ഫ്യൂച്ചർ. ഓക്കെ, അപ്പോൾ ഇതിൽ P2P വഴി എങ്ങനെയാണ് മേടിക്കാൻ നോക്കാം. നമ്മൾ ആദ്യം മെയിൻ മെനുവിലേക്ക് വരിക. ഇതിൽ ഹോം കാണാം. അതിൽ നമ്മുടെ 3 ഡോട്ടിൽ നമ്മുടെ ഇവിടെ P2P എന്ന് കാണാം. പീപ്പിൾ ടു പീപ്പിൾ.
P2P-ലാണ് നമ്മൾ നമ്മുടെ ബാങ്കിൻ്റെ കറൻസി യൂസ് ചെയ്ത് നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് USD ആണ് കാണുന്നത്. USD-യിലാണ് എല്ലാത്തിലും എല്ലാ കറൻസി മേടിക്കാൻ പറ്റും, പക്ഷേ ഡിഫോൾട്ടായിട്ട് USD ആണ് ഇതിൽ കാണിക്കുക. അപ്പോൾ ഇത് ഇത്രയും പേര് ഇവിടെ ഇപ്പോൾ കോയിൻസ് വിൽക്കാൻ നിൽക്കുന്നുണ്ട്, സെല്ലേഴ്സ് ആയിട്ടുണ്ട്. ഫസ്റ്റിലത്തെ ഒരു ചെറിയൊരു പോർഷനാണിത്. ഇതിൽ സയ്യിദ് എന്നുള്ള ആൾ, സയ്യിദ് പ്ലസ് എന്ന് പറയുന്നൊരു സപ്ലയറാണുള്ളത്. അവരുടെ എക്സ്ചേഞ്ച് റേറ്റാണിത്. അവരുടെ കയ്യിലുള്ള കോയിൻ്റെ എണ്ണം, എത്ര വാല്യൂ ഉള്ള കോയിനാണ് അവർ ഇവിടെ ട്രേഡ് വിൽക്കാൻ വെച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. ലിമിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കോയിൻസ് വാങ്ങാനുള്ള ടൈം പീരീഡ് കാണിക്കുന്നുണ്ട്. 15 മിനിറ്റ്സാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ഈ ഒരു കോയിന് ഏതൊക്കെ മോഡ് ഓഫ് പേയ്മെൻറ്റിൽ കൂടെ വാങ്ങാൻ പറ്റുമെന്ന് ഇത് കാണിക്കുന്നുണ്ട്. ഇതിൽ ബെനിഫിറ്റ് പേ എന്ന് പറഞ്ഞാൽ ഒരു ഗൂഗിൾ പേ മാതിരിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതല്ലാതെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും ചെയ്യാൻ പറ്റും. അതാണ് ഇത്രയും ഈ ഒരു സെല്ലേഴ്സുടെ ഒരു ഡാറ്റ. അതേപോലെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ബഹ്റൈൻ എക്സ്ചേഞ്ച് ഉണ്ട് കാണുന്നത്. നമുക്ക് ഈ ഒരു ഫസ്റ്റിലത്തെ ഒരു പാർട്ടിൻ്റെ അടുത്തുനിന്ന് മേടിക്കുന്ന സമയത്ത് ജസ്റ്റ് ബൈ അമർത്തുക. അതിനുശേഷം നമുക്ക് വേണ്ട എമൗണ്ട്, എത്ര എമൗണ്ടിനാണ് വേണ്ടത് അത്ര എമൗണ്ട് ഇതിൽ കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓർഡർ കൊടുക്കുക. അതിനുശേഷം ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ നമ്മുടെ വാലറ്റിൽ നമുക്ക് ആ ഒരു എമൗണ്ട് വന്നായിട്ട് കാണാം. ഇവിടെ നമുക്ക് ആ ഒരു എമൗണ്ട് വന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു B2P വഴി നമ്മൾ മേടിച്ചു എന്ന് പറഞ്ഞു. B2P വഴി നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ B2P നമ്മൾ ബൈനാൻസ് ആപ്പിലേക്ക് നമ്മൾ എന്ത് മേടിച്ചു, ഒരു ഫിക്സ്ഡ് കറൻസി മേടിച്ചു. ഓക്കെ, ഈ ഫിക്സ്ഡ് കറൻസി നമ്മുടെ വാലറ്റിലേക്ക് വരും. ഈ വാലറ്റിനെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ഫണ്ടിങ്, വാലറ്റിലേക്കാണ് വരിക. ഓക്കെ, ഈ വാലറ്റിൽ ഫണ്ടിങ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്. 2 ട്രേഡിംഗ് എന്നുള്ളൊരു ഏരിയ ഉണ്ട്, ട്രേഡിംഗ് അല്ലെങ്കിൽ സ്പോട്ട്. മൂന്നാമത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. അതായത് ഈ ഒരു എമൗണ്ട് ഇപ്പോൾ 100 ദിനാറിന് നമ്മൾ മേടിച്ചാൽ 100 ദിനാറ് നമ്മളൊരു USD എത്ര നമുക്ക് കിട്ടും, ഒരു 3000 USDT കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ബഹ്റൈൻ ദിനാറുമായി നമുക്ക് കിട്ടി 3000 USDT കിട്ടിയെന്ന് വിചാരിക്കുക. ഈ 3000 USDT നമ്മുടെ വാലറ്റിലേക്ക് വരും. ഓക്കെ, ഈ വാലറ്റിൽ വരുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് നമ്മുടെ വാലറ്റിലുള്ള ഈ ഫണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിലേക്കാണ് ഈ എമൗണ്ട് പോവുക. ഈ ഫണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് ഒരു ട്രേഡിങ് നടത്താൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സ്പോട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യണം. ഈ ഫണ്ടിങ്ങിൽ നിന്ന് സ്പോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫൈനാൻസിലുള്ള സെക്കൻഡ് മെനു ആയിട്ടുള്ള ട്രേഡിങ്ങിൽ ആ ഒരു അവൈലബിൾ ബാലൻസ് കാണിക്കുകയുള്ളൂ. ഓക്കെ, വെറും P2P വഴി വാങ്ങിയാൽ ജസ്റ്റ് ഈ വാലറ്റിലെ ഫണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ മാത്രമേ നിൽക്കൂ. അതൊന്ന് നമ്മൾ എത്രയാണോ വേണ്ടത്, മൊത്തം വേണമെങ്കിൽ മൊത്തം നമുക്ക് കൺവേർട്ട് ചെയ്യാം. അല്ല, ജസ്റ്റ് ഒരു $1000 മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. 1000 മാത്രം കൺവേർട്ട് ചെയ്യുക. 1000 കൺവേർട്ട് ചെയ്താൽ നമ്മുടെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഈ $1000 മാത്രമേ അവൈലബിൾ ബാലൻസ് ആയിട്ട് കാണുകയുള്ളൂ. ആ $1000 വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ബിറ്റ് കോയിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കോയിനോ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ കാണാം, ഇതിൽ ഓവർവ്യൂ, ഫ്യൂച്ചർ, ഈ വാലറ്റിൻ്റെ 3 തരംതിരിക്കുക പറഞ്ഞു. ഫണ്ടിങ്, സ്പോട്ട്, ഏണിങ് പിന്നീട് പറയാം, ഫ്യൂച്ചർ. അപ്പോൾ ഇതിൽ ഡിഫോൾട്ടായിട്ട് ഫണ്ടിലാണ് എമൗണ്ട് കയറി കിടക്കുന്നത്. എമൗണ്ടിൽ ഇപ്പോൾ $112 ഫണ്ടിങ്ങിലുണ്ട്. പക്ഷേ നമുക്ക് സ്പോട്ടിലാണ് നമുക്ക് വേണ്ടത്. സ്പോട്ടിൽ നോക്കുമ്പോൾ 0 ആണ് കാണുക, 0. നമ്മൾ സ്പോട്ടിൽ നമ്മൾ
അപ്പോൾ സ്പോട്ടിലേക്ക് മാറ്റണം, നമ്മൾ ഈ ഒരു എമൗണ്ട് സ്പോട്ടിലേക്ക് മാറ്റണം. അതിന് ട്രാൻസ്ഫർ ചെയ്യുക. നമ്മുടെ കോയിനുള്ളത് USDT ആണ്. USDT സെലക്ട് ചെയ്യുക. മാക്സിമം അതായത് 112 നമ്മളൊന്ന് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഫണ്ടിങ്ങിൽ ഒരു എമൗണ്ടും ഇല്ല. സ്പോട്ടിൽ 112 എമൗണ്ട് വന്നിട്ടുണ്ട്. അതേപോലെ ട്രേഡ് എടുത്താൽ നമുക്ക് അവിടെ കാണാൻ പറ്റും $112 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇനി നമുക്ക് ഏതാണോ കോയിൻ വേണ്ടത് ആ കോയിൻ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഒരു ബിഗിനർ ആണെങ്കിൽ ഏറ്റവും നല്ലത് BTC ബിറ്റ്കോയിൻ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ട്രേഡിങ് ട്രേഡിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കാം, കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടുന്ന് നമുക്കെന്ത് ചെയ്യാം, മൊത്തം എമൗണ്ടിന് നമുക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റും. മൊത്തം എമൗണ്ടിന് വാങ്ങാൻ പറ്റില്ല, കാരണം ചെറിയൊരു എമൗണ്ട് ഇതിന് കമ്മീഷനും ഇതിൻ്റെ ട്രേഡിങ് എൻട്രിയിലും പിടിക്കും. ഒരു $1 അല്ലെങ്കിൽ ബിലോ $1 വെച്ച് പിടിക്കും. ബാക്കിയുള്ള എമൗണ്ടിന് മൊത്തത്തിന് നമുക്ക് ഈ ട്രേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ശേഷം ബൈ ചെയ്യുക. വെറും ബൈ ചെയ്താൽ മാത്രം ഒരുപാട് നഷ്ടം സംഭവിക്കും. ഇതിലൊരുപാട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം ലോസ് കുറയ്ക്കാൻ പറ്റും. ഫുൾ 100% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ലോസ് കുറച്ച് ചെറിയ തരത്തിലുള്ള പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും. ഇതിൻ്റെ ബേസിക് പഠിച്ചാൽ, അഡ്വാൻസ്ഡ് രീതിയിൽ പഠിച്ചാൽ ഒരുവിധം നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ പറയാം. എങ്ങനെ ലോസ് എങ്ങനെ മാക്സിമം കുറയ്ക്കാൻ പറ്റുമെന്ന് അടുത്ത വീഡിയോ പറയാം. ഇതിൽ എൻട്രി എങ്ങനെ ചെയ്യാമെന്നും പറയാം. ഓക്കെ.